ജാലർ കൈത്താളം നൃത്തം. എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എന്നെ വല്ലാതെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ ചൗടാട് നൃത്തം. ഇത് പൈതൃകമാണ്. ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ അച്ഛനായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചത്. അച്ഛനായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതല്ല ഇത്. ചൗടം കഴിയുമ്പോൾ ഭാര്യയുടെ കെട്ടുതാലിയാണെങ്കിലും കൊണ്ട് പണയം വെച്ചായാലും അടുത്ത കൊല്ലവും ചൗടാടം നടക്കും. ജാലർ കൈത്താളം ഋതം. ചവിട്ടുനാടകത്തിൻ്റെ ഋതം ഭയങ്കരമായ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എന്നെ വല്ലാതെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ ചവിട്ടുനാടക നൃത്തം. ഇത് താളത്തിൽ ഇതിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ അതിന് കൃത്യമായി കഴിയാൻ വേണ്ടി കൊട്ടിക്കഴിയുമ്പോൾ ജനങ്ങളിങ്ങനെ വീടാൻ തുടങ്ങി പണിയൊക്കെ നേരത്തെ കൂട്ടിയിട്ട് ഇരച്ച് വന്ന് റിഹേഴ്സൽ ക്യാമ്പിലിരിക്കും. ഇപ്പം ഞാൻ കുറേ റിഹേഴ്സൽ സ്വന്തമായിട്ട് മറ്റ് സാമൂഹ്യ നാടകത്തിൻ്റെയൊക്കെ സ്വന്തമായിട്ട് നടത്തിയിട്ടുള്ളതാണ് സെമിനാരിലും നാട്ടിലും വെക്കുമ്പോഴും. പക്ഷെ സാമൂഹ്യ നാടകത്തിൻ്റെ റിഹേഴ്സലുകളല്ല ചവിട്ടുനാടകത്തിൻ്റെ റിഹേഴ്സൽ. അത് നാടകം കാണുന്ന പോലെ തന്നെ ആൾക്കാർ അതിൻ്റെ പിടിമുറകളും അതുപോലെ തന്നെ പയറ്റുമുറകളും അതിൻ്റെ താളങ്ങളും സ്റ്റെപ്പുകളും ഒക്കെ വല്ലാത്ത രീതിയിൽ ആസ്വദിച്ച് വട്ടം വളഞ്ഞിരുന്നുകൊണ്ട് ആൾക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ എൻ്റെ 4ാം ക്ലാസ് മുതൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഓർത്ത് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛനായപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ പണ്ട് കണ്ട പട്ടിണിയായിരുന്നെങ്കിലും ആൾക്കാരുടെ ജീവിതത്തിൻ്റെ താളവും ആ പട്ടിണിയെ മറന്നുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കലയും അതിനൊരു ആസ്വാദന സദസ്സും ഒന്നും അറിയാതെ ഇങ്ങനെ പോകും. ഇത് പൈതൃകമാണ്. ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ അച്ഛനായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചത്. അച്ഛനായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതല്ല ഇത്. ഞാൻ സെമിനാരി പഠിക്കുമ്പോഴും ചവിട്ടുനാടകത്തിൻ്റെ പുസ്തകങ്ങളെടുത്ത് നിരന്തരം വായിക്കുമായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ചവിട്ടുനാടകം മാത്രമല്ല പുത്തമ്പാനം, അമ്മാനം, ദേവാസ്തോട് വിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, പരിചമുട്ടുകളി, കൊയ്മേക്കൊയ്, അങ്ങനെ ഒത്തിരിയേറെ കലാപൈതൃകങ്ങളുടെ ഈട്ടിട്ട് ഒരു സമൂഹമാണ് ഈ ലത്തീൻ സമൂഹം. ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് പരിചമുട്ടുകളെ, അതുപോലെ തന്നെ അണ്ണായിപ്പാട്ട്, പിച്ചപ്പാട്ട്, അതുപോലെ തന്നെ കോലടിപ്പാട്ട്, കോലടികൾ, പരിചകളികൾ, അങ്ങനെ ഒത്തിരിയേറെ കലകൾ. ഇത് ചവിട്ടുനാടകം മാത്രമല്ല, ഈ കലകളെല്ലാം എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, ആരാണ് എന്നൊക്കെ അറിഞ്ഞ് ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച ആ സഞ്ചാരപഥങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് പുതുതലമുറയ്ക്ക് നാളെ നമ്മൾ എന്താകണം എന്നുള്ളതിന് ഇന്നലെ നമ്മൾ എന്തായി എന്നുള്ളതും നമ്മുടെ സാംസ്കാരികമായ പ്രചിമകൾ അത് അറിഞ്ഞ് അനുഭവിച്ച് കൈമാറുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളുടെ ഇടയിലാണ് മാക്സിസ് സാറിനെ പരിചയപ്പെടുന്നത്. ഈ ചവിട്ടുനാടകം നമ്മൾ 17 കൊല്ലം വരെ ഞാൻ നടന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ. അന്ന് ഈ മാക്സാനെ പോലെ ഒരാളെ നമുക്ക് കിട്ടിയില്ല. 4 സുപ്പി ഇതിൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് തുടങ്ങിയതാണ് എൻ്റെ ജോലി. MA ബേബി സാറ് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ഞാൻ ഗവൺമെൻറ് നോമിനിയായിട്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇതിനൊരു മൂവ്മെൻ്റ് ഉണ്ടായി, അസത്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛൻ പ്രദർശന ഇനമാക്കാം നമുക്ക്. അങ്ങനെ പ്രദർശന ഇനമാക്കി. കാരണം മീറ്റിംഗ് കഴിയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കാണാൻ പറ്റും. അന്നങ്ങനെ മിനിസ്റ്ററായിരുന്നു. അപ്പോൾ എനിക്ക് ചേമ്പലിൽ ഈസിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു MA ബേബി സാറിനെ. ഞാൻ എൻ്റെ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ കൊച്ചമ്മ ചേട്ടനെയും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി നേരിട്ട് പെരിശ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം അത്രയും ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു മത്സര ഇനമാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പം മത്സര ഇനമൊക്കെ ഗവൺമെൻറ് ഓർഡറായി. അപ്പോൾ ഉപജില്ലയിൽ പോലും ആരും വരണില്ല. കാര്യം നമ്മുടെ ആശാന്മാർക്ക് അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാര്യം സമ്മാനം കിട്ടില്ലെങ്കിൽ കാശ് കിട്ടുന്നില്ല. ഞാൻ 17 കൊല്ലം അലഞ്ഞു കെട്ടി നടക്കുന്നതിൻ്റെ കാലത്ത് മേസാറ് അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ 17 കൊല്ലം വെറും ഒരു 3 കൊല്ലം കൊണ്ട് നമുക്കിതെല്ലാം നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. അത്രയും ഇച്ഛാശക്തിയും അത്രയും ആത്മാർത്ഥതയും അത്രയും രക്തത്തിൻ്റെ ഒരു കൂറും
ഈ കലയോട് കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഓരോരുത്തരും കലയെ ഇതുപോലെ സ്പോൺസർ ചെയ്തുകൊണ്ട് MLA ഫണ്ടിൽ സ്പോൺസർ ചെയ്തുകൊണ്ട് കലാരൂപങ്ങൾ നടത്തുന്ന അപൂർവമാണ്. ഈ ജാലർ 17 തൊട്ട് ഇങ്ങോട്ട് അണമുറിയാതെ കോവിഡ് കാലത്ത് മാത്രമേ നമുക്കൊരു ആ കോവിഡിൻ്റെ പേരിൽ ഒരു കൊല്ലത്തെ ഒരു ഗ്യാപ്പ് വന്നു. ബാക്കി എല്ലാ കാലങ്ങളിലും ആശാന്മാർക്ക് 50 പേർക്ക് 1000 രൂപ വെച്ച് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റേജിന് മുഴുവൻ ചെലവെടുക്കും. കാര്യം ഒരു സ്റ്റേജ് നമുക്ക് നടക്കണമെങ്കിൽ എങ്ങനെ നടത്തണമെങ്കിലും ഒരു 1.25 ലക്ഷം രൂപ ചിലവ് വരും. ആശാന്മാരുടെ 50,000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്കൊരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് 4 ലക്ഷം രൂപയാണ് ചിലവ്. ഞാൻ ഇപ്പോൾ ഇവിടെ ജാലറിന് നമ്മുടെ ഞാൻ തമ്പേർ എന്ന് പറഞ്ഞ സംഭവം നടത്തുമായിരുന്നു. കൃപാസനം അർത്തുങ്കൽ പള്ളിയുടെ പെരുന്നാളിന് 10 ദിവസം ചവിട്ടുകാള് 10 കൊല്ലം നടത്തി. ഈ കല എന്തുകൊണ്ടാണ് നിലനിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ലെങ്കിൽ ഈ കല നിലനിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 71 ഭൂനയ ബില്ല് വന്നപ്പോഴേ ഇതിൻ്റെ മുഴുവൻ സ്പോൺസേഴ്സും കലയിലെ ജന്മികളായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കലകളിലും ജന്മികളുണ്ടായിരുന്നു അല്ലേ. അപ്പം അവരാണ് അവരുടെ ഫെയിമിന് വേണ്ടി അവരാണ് കലയെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അവിടെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ വിഭജിച്ച് 10 സെൻറ്റ് 5 സെൻറ്റ് 3 സെൻറ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ സാമ്പത്തികമായി പാപ്പരായി. അങ്ങനെ കലകളൊന്നും അവർക്ക് അതുപോലെ തന്നെ തൊഴിലാളികളും അങ്ങനെ കൂട്ടായ്മ എല്ലാം ശിഥിലമായി. തൊഴിലാളികൾ 3 സെൻറ്റ് 5 സെൻറ്റൊക്കെ വാങ്ങിച്ച് അവരുടെ രീതിയിൽ പോയി. അങ്ങനെ വന്നപ്പോൾ ശരിക്കും അടി കിട്ടിയത് ചവിടവെള്ളത്തിനാണ്. കാരണം സ്പോൺസറും ഇല്ല, കളിക്കാനും ആളില്ല, കളിക്കാൻ കൂട്ടായ്മയില്ല. ആ സാമൂഹ്യ സിസ്റ്റം അങ്ങോട്ട് പോയി. ആ ഒരു സ്ഥാനത്താണ് എന്നെപ്പോലുള്ള ആൾക്കാർ വന്നത്. എന്താണ് പുതിയ ബില്ല് വന്നതിന് ശേഷം ഇതിങ്ങനെ ശിഥിലമായി പോയപ്പോഴും സ്പോൺസർ ചെയ്യാൻ ആളില്ല. അങ്ങനെ നമ്മൾ ആൾക്കാരെ വിളിച്ചു കൂട്ടി പൈസ കണ്ടുപിടിച്ചിട്ട് പിന്നെ അന്ന് മുതൽ തുടങ്ങിയ പരിപാടിയാണ് ഇന്ന് വരെ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ കലയ്ക്കുള്ള പ്രശ്നം പട്ടിണിയാണെങ്കിലും ഭാര്യയുടെ ചുവടം കഴിയുമ്പോൾ ഭാര്യയുടെ കെട്ടുതാലിയാണെങ്കിലും കൊണ്ട് പണയം വെച്ചായാലും അടുത്ത കൊല്ലവും ചുവടം നടന്നു. മറിച്ച് ഈ നാടകം എന്തുകൊണ്ട് ഇത്രയും പട്ടിണിക്കോലങ്ങളായിട്ട് നിൽക്കുമ്പോഴും എന്തുകൊണ്ടൊരു നടന കല ഇങ്ങനെ ആടി തിമരക്കണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൈതൃക സവിശേഷത എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നത്. ഏത് പട്ടിണിയായാലും പട്ടിണിയെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കല നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ ചുമന്നുകൊണ്ട് വന്ന് ഇവിടം വരെ എത്തിച്ചെങ്കിൽ ഇനിയുള്ള കാലത്ത് അങ്ങനെ ചുമക്കാൻ ആളെ കിട്ടുന്നില്ല. ഈ ഇൻഡോ യൂറോപ്യൻ സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് വരുന്ന കാലത്ത് അതിൻ്റെ കെയർ ഓഫില് ഇനി കൃപാസനത്തിന് ഫണ്ട് എടുക്കാൻ പറ്റാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ ഈ കലയെ നിലനിർത്താൻ വേണ്ടി ഫണ്ട് സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിസരം കൊണ്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ കങ്ങതലായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഡോക്യുമെന്റേഷനാണ്. 94 പള്ളിത്തൊട്ടി കൂടിയിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിലെടുത്ത തീരുമാനങ്ങളാണ്. അതാണ് 1 by 1 ആയിട്ട് സ്ട്രാറ്റജിക്കായിട്ട് തീരുന്നത്. ചവിട്ടുനാട് വിജ്ഞാനകോശം എഴുതി, അതുപോലെ തന്നെ തീരകലാ നിഘണ്ടു എഴുതി, അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ഓൾറെഡി കഴിഞ്ഞു. പിന്നെ കുട്ടസാങ്ക് പോലെ നാടകങ്ങൾ അപർബാലികളാക്കി ക്യാൻ ചിത്രമേള അവതരിപ്പിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പം ഡയറക്ടർ ഇറങ്ങി. ചവിട്ടുനാടകത്തിലെ ഏത് കലാകാരൻ എത്ര വയസ്സ് എത്ര നാടകം അഭിനയിച്ചു ഏത് കഥാപാത്രം എടുത്തു എന്ന് പറഞ്ഞ് ഡയറക്ടറുണ്ട്. ചവിട്ടുനാടകത്തിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് 300 പേജുള്ള പുസ്തകമുണ്ട്. ഇപ്പം ഡോക്യുമെന്റേഷനും ആ വഴിക്ക് നടക്കുന്നുണ്ട്. ശരിക്കും ചവിട്ടുനാട വിജ്ഞാനകോശത്തിന് കേരള സാഹിത്യ അക്കാദമി അതിന് അവാർഡ് തന്നു. അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളരികൾക്ക് സംഭവിച്ചത് വെച്ചാൽ ആശാന്മാരെല്ലാവരും മത്സര ഇനം ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പല ആശാന്മാരും മത്സര ഇനത്തിൽ പോയി. ഇപ്പം നമ്മുടെ ജോസി തന്നെയാണെങ്കിലും മത്സര ഇനത്തിൽ ജഡ്ജിയാണ്, സംസ്ഥാന ജഡ്ജിയാണ്. ആദ്യം ഞാനായിരുന്നു എൻ്റെ സംസ്ഥാന ജഡ്ജി. ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ജോസി സംസ്ഥാന ജഡ്ജിയാണ്. അപ്പോൾ മത്സര ഇനത്തിൽ പഠിപ്പിക്കുന്ന ഒത്തിരി ആശാന്മാരുണ്ട്. അവരുടെ കളരികളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ക്ലാസിക്കൽ കളരികളുണ്ട്. ഇതുപോലെ ഒരു ദിവസം മുഴുവൻ രാത്രി മുഴുവൻ കളിക്കുന്ന ഇതുപോലെ മാറലേസ് പോലുള്ള ക്ലാസിക്കൽ കളരികൾ കോമ്പറ്റീഷൻ ചവിട്ടുനാടകങ്ങൾ വന്നപ്പോഴേ ക്ലാസിക്കൽ കളരികളെല്ലാം അസ്തമിച്ചു പോയി. പിന്നെ ക്ലാസിക്കൽ കളരികളെ നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ മാക്സി MLA സമീപിച്ചത്. സാറേ, കളരികളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാറ് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഫണ്ടുണ്ടാക്കി ഈ ക്ലാസിക്കൽ കളരികളെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞു.
അങ്ങനെ ഏറ്റവും ശേഷം 12 കളരികളെയാണ് മാക്സി സാറിൻ്റെ ഫണ്ടിൽ കേരളത്തിൽ തീരദേശത്ത് നമ്മൾ പുനർജീവിപ്പിച്ചത്. കൊട്ടാരകസ്യമുണ്ട്, അതിൻ്റെ അകത്ത് മാറല്ലേസ് ഉണ്ട്, കാരസ്മാൻ നാടകമുണ്ട്. അങ്ങനെ എല്ലാ കളരികളിലും സാറിങ്ങനെ നമ്മുടെ കൂടെ അങ്ങ് നിൽക്കുക. ആ ഒരു ആവേശം ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, തീരദേശത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ മേഖലയിലെ വലിയ സംഭാവനകൾ മേഴ്സാന്റെ ഭാഗത്ത് ഉണ്ടാകും നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു തന്നാൽ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുക്കും. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു തന്നു. കാര്യം പുതിയ തലമുറ ഇത് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ഇത്രയും ചമയങ്ങളുള്ള, ഇത്രയും ആഹാര്യങ്ങളുള്ള, ഇത്രയും സംഗീതമുള്ള, ഇത്രയും സാഹിത്യമുള്ള സമ്പൂർണമായ ഒരു കലാപൈതൃകം സംരക്ഷിക്കേണ്ട ബാധ്യത കാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അത് ഏറ്റെടുക്കുന്നതിന് ജനപ്രതിനിധി എന്ന നിലയിൽ സാറും അതുപോലെ കലാകാരന്മാരും നമ്മുടെ ജീവിത പങ്കാളികളും കുഞ്ഞുങ്ങളും സഹപ്രവർത്തകരും കാണിക്കുന്ന എല്ലാ അർപ്പണത്തിനും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.